ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കാക്ടസ് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് പുതിയ ഒരു കാക്ടസ് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് കാക്ടസ് അല്ലെങ്കിൽ കള്ളിമുൾ ചെടികൾ. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഇപ്പോൾ പുതുതലമുറയിലെ ഒരു ചെടിയായിട്ട് വന്നിരിക്കുകയാണ്. പല നഴ്സറികളിലും പോയാൽ ഇപ്പോൾ കാക്ടസ് വാങ്ങാൻ കിട്ടും. ഇത് മൂൺ കാക്ടസ് എന്നറിയപ്പെടുന്ന ഒരു കാക്ടസ് ആണ്. ഇതിൻ്റെ പല നിറത്തിലും വർണ്ണത്തിലുമുള്ള കാക്ടസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കാക്ടസിന് ഇത് ഏകദേശം 500 രൂപ, 300 മുതൽ 500 രൂപ വരെ കൊടുത്താലേ നമുക്കിത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് വാങ്ങിയാൽ ഇത് എങ്ങനെ നമുക്ക് ഒരുപാട് കാക്ടസ് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കൂട്ടുകാർ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ കമ്പാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേറെ കള്ളിമുൾ ചെടിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഡ്രാഗൺ ഫ്രൂട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ചെറിയ ഒരു പപ്സ് കിട്ടുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നട്ട് വേര് പിടിപ്പിച്ച ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ തണ്ടിൽ നമ്മൾ ഇതുപോലെ മുകൾ ഭാഗം ചെത്തിക്കളഞ്ഞതിന് ശേഷം സൈഡിലുള്ള ആ ഭാഗം കൂടി ചെത്തിക്കളയണം. കാരണം പിന്നീട് ഡ്രാഗൺ ഫ്രൂട്ട് കിളിച്ച് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൽ നിന്നും ഇതുപോലെ ഒന്ന് അടർത്തിയെടുത്ത് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കത്തി അണുവിമുക്തമാക്കിയിരിക്കണം. അതിന് നമുക്ക് സ്പിരിറ്റ് ലൈൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറിയ തീയിൽ ചൂടാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇതുപോലെ അതിൽ ചേർത്ത് വെക്കുകയാണ് വേണ്ടത്. അതിനുശേഷം റബ്ബർ ബാൻഡ് ഇടുകയോ അല്ലെങ്കിൽ നമുക്ക് ടേപ്പ് ഉപയോഗിച്ചോ ഇതിനെ ഉറപ്പിച്ച് നിർത്താവുന്നതാണ്. ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഗ്രാഫ്റ്റ് ഇതിൽ ഒട്ടിച്ചേർന്നിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഒരെണ്ണം വാങ്ങണമെങ്കിൽ 500 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങുന്നതിന് പകരം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ആദ്യകാലത്തൊക്കെ ഇതുപോലെ കാക്ടസ് വളർത്തുന്നത് ദോഷമായി കരുതിയിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ. പക്ഷേ ഇപ്പോൾ ഈ കാക്ടസ് വളരെയധികം ആൾക്കാർ നട്ട് വളർത്തുന്നുണ്ട്. ഒരു ഹോബിയായിട്ട് ചെയ്യുന്നവരും ഒട്ടനവധിയുണ്ട്. എൻ്റെ കയ്യിൽ ഒത്തിരി കാക്ടസുകൾ ഉണ്ടായിരുന്നു. കുറേയൊക്കെ നശിച്ചു പോയി. എന്നാലും ശ്രദ്ധക്കുറവ് കാരണമാണ് എല്ലാം നശിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതുപോലെ അമ്മ കൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് പുതിയ ഒരു കാക്ടസ് തൈ ഇതിൽ രൂപാന്തരപ്പെട്ടു വരികയും നമുക്ക് വളർത്തിയെടുക്കാനും കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വെച്ചിരുന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് അതിൽ ഒട്ടിച്ചേരുകയും അങ്ങനെ അത് വളർന്നു വരികയും ചെയ്യും. അതിൽ നിന്ന് വീണ്ടും ഇതുപോലെ കുഞ്ഞു വിത്തുകൾ ഉണ്ടാവുകയും നമുക്ക് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഈ കാക്ടസ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ. ഇത് ഇൻഡോറായിട്ട് നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ കൂടുതൽ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതിന് മുമ്പ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു കാക്ടസ് ആണ്. അതും ഇതിലോട്ട് ചേർന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ ഇളക്കുമ്പോഴൊക്കെ സൂക്ഷ്മതയോടുകൂടി ഇളക്കില്ലെങ്കിൽ ആ ഗ്രാഫ്റ്റ് ചെയ്തത് ചിലപ്പോൾ ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം നമുക്കിത് ചെയ്യാൻ. ഇതിലോട്ട് ചേർന്ന് കഴിഞ്ഞു.
ഇനി അതിൽ നിന്ന് വളരും. ഗ്രാഫ്റ്റ് ചെയ്താലുള്ള നേട്ടമെന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വളരെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയായതുകൊണ്ട് അതിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗവും പെട്ടെന്ന് തന്നെ വളർച്ച ഉണ്ടാകും. അതാണ് പെട്ടെന്ന് വളരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പല നിറങ്ങളിലുമുള്ള കാക്ടസ് ഇന്ന് നമുക്ക് നഴ്സറികളിൽ അവൈലബിൾ ആണ്. ഓൺലൈനിൽ ഒത്തിരി വെറൈറ്റികൾ കിട്ടും. പക്ഷേ ഈ മൂൺ കാക്ടസ് എന്ന് പറയുന്നത് ഓറഞ്ച്, റെഡ്, യെല്ലോ, പിന്നെ ഒരു ബ്ലാക്ക് കലർന്ന ഒരു വയലറ്റ് കളർ, അങ്ങനെയുള്ള കുറച്ച് കാക്ടസുകളാണ് മൂൺ കാക്ടസിൽ വിഭാഗത്തിൽപ്പെട്ടത്. ആ മൂൺ കാക്ടസിൻ്റെ തന്നെ മഞ്ഞ കാക്ടസ് ആണിത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത കാക്ടസുകളാണ് ഇത്. അതെല്ലാം ഏകദേശം അത് പിടിച്ചു വളർന്നു. അതിൽ നിന്ന് ചെറിയ കുഞ്ഞു തൈകൾ അല്ലെങ്കിൽ പപ്സ് ഉണ്ടാക്കി. അപ്പോൾ ഇതെല്ലാം നേരത്തെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. എല്ലാം നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കാക്ടസുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കൂട്ടുകാർ എവിടെ നിന്നെങ്കിലും ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാൻ നോക്കുക. പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ വളരെ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ഒന്നുകൂടിയാണ് ഈ കാക്ടസ്. അതുപോലെ തന്നെ ഇതിൻ്റെ പരിചരണവും വളരെ വ്യത്യസ്തമാണ്. കൂടുതൽ വെള്ളം ആവശ്യമില്ല. നടിയിൽ മിശ്രിതം നമുക്ക് ചകിരിച്ചോറിൽ വേണമെങ്കിൽ നടാം, പക്ഷേ വെള്ളം അധികമാകരുത്. അപ്പോൾ ഞാൻ ഒരു കാക്ടസിൽ നിന്ന് ഒത്തിരി കാക്ടസുകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു. അതുപോലെ കൂട്ടുകാരും നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.